ഹലോ എവ്രി വൺ, നമസ്കാരം. നമ്മളെ എല്ലാവരും വളരെയധികം ചിരിപ്പിക്കുകയും അതിലേറെ ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു കലാകാരനായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ വിയോഗം നമുക്ക് എല്ലാവർക്കും വളരെയധികം സങ്കടം ഉണ്ടാക്കി. സാധാരണ ഏത് കലാകാരന്മാരങ്ങനെ നമ്മളെ വിട്ടു പോകുമ്പോഴും നമുക്കൊരു വിഷമം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് അതിലുപരിയായിട്ട് നമ്മുടെ വീട്ടിലെ ആരെയോ നമുക്ക് പോയ പോലത്തെ ഒരു വിഷമം തോന്നി. ഞാൻ വളരെയധികം കരയുണ്ടായി. അതിന് ഒരു കാരണം അദ്ദേഹത്തിൻ്റെ മക്കളാണ്. നമ്മളിങ്ങനെ ആൺപിള്ളേർ കരയുന്നത് കണ്ടിട്ടേ ഇല്ല. ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മെൻ്റൽ ഹെൽത്ത് ഓഫ് മെൻ, ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആൺകുട്ടികൾ ഇങ്ങനെ തെങ്ങി തെങ്ങി കരയുന്നത് കണ്ടിട്ടില്ല എന്നുള്ളത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ കാണുന്നത്. ഇനി വരുന്ന ഒരു തലമുറയിലെ ആൺപിള്ളേർക്കെങ്കിലും കരയാനുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്കത് തോന്നിയത്. ആൺകുട്ടികളായാലും കരയരുത് എന്നുള്ളൊരു സോഷ്യൽ നോമിൽ നിന്ന് മാറി ആൺകുട്ടികൾക്കും കരയാമെന്ന് തൻ്റെ ആൺമക്കളെ പഠിപ്പിച്ച ഏതൊരു കാര്യത്തിലാണെങ്കിലും അഭിപ്രായങ്ങളും നിലപാടുകളും ശക്തമായിട്ട് പറയാം. അതിപ്പോൾ തൻ്റെ അച്ഛനെതിരായാലും കൂടിയിട്ട് പറയാമെന്ന് ആൺമക്കളെ പഠിപ്പിച്ച ശ്രീനിവാസന് ആദരാഞ്ജലികൾ. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മാത്രമേ നമ്മളെ വിട്ടു പോയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും ഡയലോഗുകളും മലയാളികൾ ഉള്ളിടത്തോളം കാലം എന്നും നിലനിൽക്കും. നന്ദി.